എം മുകേഷിനെതിരായ കേസും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉയർത്തി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസ്. സ്വർണ്ണക്കൊള്ളക്കാർക്ക് സിപിഎം കുടപിടിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ മുകേഷിനെയും പത്മകുമാറിനെയും സിപിഎം പുറത്താക്കണമെന്ന് കെ മുരളീധരൻ വെല്ലുവിളിച്ചു. കുറ്റപത്രം നൽകിയിട്ടും മുകേഷ് എംഎൽഎക്കെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത് മാതൃകാപരമായ നടപടിയാണെന്നും എംഎൽഎ സ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചെയ്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. പക്ഷേ മുകേഷിനെയോ പത്മകുമാറിനെയോ അതുപോലെ തന്നെ വാസുവിനെയോ പുറത്താക്കാൻ തയ്യാറാവാത്തവർ ജനങ്ങളുടെ മുമ്പിൽ മുഖം വികൃതമായിട്ട് നിൽക്കുക. അത് സ്പീക്കർ ചെയ്യേണ്ട കാര്യം. ഞങ്ങളുടെ ഉത്തരവാദിത്തം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെയുള്ളവർ പാർട്ടിക്ക് ആവശ്യമില്ല. വളരെ മാതൃകാപരമായൊരു നടപടിയാണ് കുറ്റ ആരോപിതനായ ഒരാൾക്കെതിരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴികളിൽ എന്തെങ്കിലും ആരുടെങ്കിലും പങ്കുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, അത് സുതാര്യമായിട്ട് തന്നെ ജനമുമ്പാകെ തന്നെ പരിശോധിക്കും. പിണറായി വിജയൻ്റെ പരാജയം ഈ കാര്യത്തിൽ മാത്രമല്ല. മുകേഷ് എന്നുള്ള MLA കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. ബലാത്സംഗ കേസാണ്. ഇന്നുവരെ ഒരു നടപടി ആ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. ജയിലിൽ കിടക്കുന്ന മുൻ MLA ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. MV ഗോവിന്ദ മാഷോട് ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറയാണ്, ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ എന്തിനാ നടപടി, അയാളിപ്പോൾ പാർട്ടി യോഗത്തിനൊന്നും വരുന്നില്ലല്ലോ എന്നാണ്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, മാതൃകാപരമായ ഒരു നടപടിയായിട്ടാണ് കോൺഗ്രസ് അതിനെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അതാണ് വ്യക്തമാവുന്നത്. CPM-നെ അവിടെ കോൺഗ്രസ് വെല്ലുവിളിക്കുന്നുമുണ്ട്. അപ്പം അത് തന്നെ തുടരുക. ഇനിയിപ്പം ദിവസങ്ങൾ കയ്യിലുണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതൊന്നും ഒരു തരത്തിലും ഒരു ആഘാതവും ഉണ്ടാക്കരുത് എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ശ്രമങ്ങൾ എന്തൊക്കെയാണ്? CPM ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രതിരോധത്തിന്റെ പാത വിട്ട് ആക്രമണത്തിന്റെ മൂഡിലേക്ക് മാറുകയാണ് കോൺഗ്രസ്. അതായത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെ കൃത്യമായി മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ്. ആ ഒരു സമയത്ത് ഇനി സർക്കാരിനെതിരെ CPM-നെതിരെ ആക്രമണം ശക്തമാക്കുക എന്നൊരു മൂഡാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടം ഉലച്ചു കളഞ്ഞിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ. ചർച്ചകളും പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ ആ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ സ്വാഭാവിക പ്രതികരണം എന്ന നിലക്ക് UDF മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പ്, നീരസം ഈ വിഷയത്തിൽ ഉയർന്നു വരികയും ചെയ്തു. മാത്രമല്ല AICC തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുക എന്ന രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് കോൺഗ്രസ് മാറി. അങ്ങനെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോടുകൂടി ഒരു പുതിയ പ്രതിരോധം സൃഷ്ടിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നോക്കൂ, ഞങ്ങൾ ഇത്തരമൊരു ആരോപണം വന്ന ഉടൻ ആരോപണ വിധേയനെതിരെ കടുത്ത നടപടിയെടുത്തു. ഇങ്ങനൊരു പരാതിക്കാരി പോലും ഇല്ലാതെ ഒരു പരാതി ഉയർന്ന ഘട്ടത്തിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഒപ്പം ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ നടപടിയെടുത്തു. ഒരു പരാതി വന്ന് FIR രജിസ്റ്റർ ചെയ്ത് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. എന്തുകൊണ്ട് CPM-ന് അങ്ങനെ ഒരു ധൈര്യമില്ല എന്നതാണ് ചോദ്യം. മുകേഷ് ഇപ്പോഴും MLA ആയി തുടരുന്നുണ്ട്. മുകേഷ് 3ാം വട്ടവും മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പത്മകുമാർ ജയിലിൽ കിടക്കുകയാണ്. അതും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ആരോപണ വിധേയരായ നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ ഓരോരുത്തരെയായി വിരലിൽ എണ്ണിക്കാണിച്ച് നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ചോദ്യം. മറ്റൊന്ന്, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത വിഷയത്തിൽ മറ്റൊരു രാഷ്ട്രീയ ആക്രമണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ പോലും പുറത്താക്കാൻ നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിയാത്തത്, അത് ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്താൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വിഷയത്തിലെ പങ്ക് പുറത്തു വരും എന്നതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് പത്മകുമാറിനെ ഭയന്നാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോവാത്തത് എന്നാണ് കോൺഗ്രസിന്റെ വാദം. എന്തായാലും ഇപ്പോ ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ, വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ സർക്കാരിനെതിരെയും CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആക്രമണം ശക്തമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. ശരി സുനിൽ.